What's up people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കാവാസാക്കിയുടെ ഷോറൂമിലാണ്. ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി വേറെ ഒന്നുമല്ല, ദ ഓൾ ന്യൂ കാവാസാക്കി എലിമിനേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയ്ക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ എലിമിനേറ്റർ. ഒരു 451cc ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. നമ്മുടെ നിഞ്ച 400ൻ്റെ ഓൾമോസ്റ്റ് സെയിം എഞ്ചിൻ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതിൽ നിന്നാണ് അതിൻ്റെ ഷാസി ആയാലും നിഞ്ച 400ൽ നിന്നാണ് അവർ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പുണ്ടായ വണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് നമ്മുടെ വോൾക്കൻ എസ്, ഒരു 650cc ആണ്. അതൊരു ക്രൂസർ ടൈപ്പ് വണ്ടിയായിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു സ്ട്രീറ്റ് ബൈക്ക് പോലെയാണ് അവർ ഇപ്രാവശ്യം ഇറക്കിയേക്കണേ. ഒരു എന്താ പറയുക, കൂടുതൽ കംഫർട്ടബിൾ ആൻഡ് നമുക്ക് സിറ്റി റൈഡിനൊക്കെ ഒരു അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം അവർ ഈ ഒരു എലിമിനേറ്റർ ഇറക്കിയേക്കണേ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കേട്ടോ, അതൊരു ഫുൾ LED ഹെഡ് ലാംപ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചിട്ട് കണ്ടോ, ഇതാണ് ഫുൾ LED ഹെഡ് ലാംപ്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന് വേറൊരു മോഡലുണ്ട്, ഒരു നമ്മുടെ എലിമിനേറ്റർ SE ABS എന്ന് പറഞ്ഞൊരു മോഡൽ. പക്ഷേ അത് ഇന്ത്യയിൽ വന്നില്ല. അതിന് ഇവിടെ ഒരു വലിയൊരു കൗളും നമ്മുടെ ഫോർക്കിൻ്റെ അവിടെ ഫോർക്ക് ബൂട്ട്സും പിന്നെ വേറൊരു കളർ സ്കീമിൽ തന്നെയാണ് അവർ ഇറക്കിയേക്കണത്. ഇപ്പോൾ 41mm ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഉണ്ട്. അത് കൂടാണ്ട് ഒരു 320mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ആണ് കേട്ടോ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിൽ അലോയ് വീൽ 18 ഇഞ്ചാണെങ്കിൽ റിയർ 16 ആണ്. ആ ഒരു ക്രൂസർ ആൻഡ് റൈഡിംഗ് പൊസിഷൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയാണ് ആ ഒരു റെട്രോ സ്റ്റൈലിങ്, അത് 18 ആൻഡ് ഒരു 16 ഇഞ്ച് വീൽസിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ അവർ ഇറക്കിയേക്കണേ. ഇനി ഇതാണ് നമ്മുടെ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ കേട്ടോ. ഒരു 451cc ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് 45 PS ആൻഡ് 42 Nm ഓഫ് ടോർക്ക്. ആൻഡ് ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയൻസ്. 150mm ആണ് ഗ്രൗണ്ട് ക്ലിയൻസ് വന്നേക്കണം. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. നമുക്ക് കാണാൻ ഒരു റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷാസിയൊക്കെ അവർ പറഞ്ഞത് 400ൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ ഷാസിയും കാര്യങ്ങളൊക്കെ അവർ ഇത് ചെയ്തേക്കുന്നത്. നിഞ്ച 500ൻ്റെ എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. കുറച്ച് റീട്യൂണൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. 400ൻ്റെ ഷാസി ഡിസൈനാണ് ഇതിൽ എടുത്തേക്കുന്നത് കൂടുതലും. പക്ഷേ നിഞ്ച 500ൻ്റെ എഞ്ചിനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഒരു എഞ്ചിൻ അവർ ഇറക്കിയേക്കണേ. പിന്നെ നെക്സ്റ്റ് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയർ ബ്രേക്ക് പെഡൽസും കാണാം. നമുക്കിതാണ് ഇതിൻ്റെ എക്സോസ്റ്റ്. ആ ഒരു സൈഡിൽ ഒരു വലിയൊരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിയറിൽ 240mm ഡിസ്ക് ബ്രേക്സ് ആണ് വന്നേക്കുന്നത്. ഡുവൽ ചാനൽ ABS-ഓടെയാണ് വന്നേക്കുന്നത്. കൂടുതൽ ലൈറ്റ് വെയിറ്റ് ട്രെയിൽസ് ഫ്രെയിമാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വോൾക്കനിലേക്ക് കണ്ടുവന്നേക്കുന്ന ബാക്ക് ആ ഒരു ബോക്സ് ടൈപ്പ് ചുങ്ങാമ് കാണാൻ പറ്റും. റിയറിൽ ട്വിൻ ഷോക്ക് സസ്പെൻഷനാണ്. പ്രീലോഡ് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം 90mm ആണ് ട്രാവൽ. ഫ്രണ്ട് നോക്കാൻ പോയാൽ നമുക്ക് ഒരു 120mm ട്രാവൽ കൊടുത്തിട്ടുണ്ട്. റൈഡ് മോഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. റിയറിൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെയിൽ സെക്ഷൻ നോക്കാൻ പോയാൽ ഇവിടെ ഒരു ടെയിൽ ലാമ്പും LED ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ. ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതാണ് ആ റിയറിൽ നിന്നുള്ള ഒരു ലുക്ക് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാൻ പോയാൽ നമുക്ക് സാരി കാർഡൊന്നുമില്ല. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ വരുമ്പോഴത്തേക്കും സാരി കാർഡൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക്. ഇതിപ്പോൾ നമ്മുടെ ബോക്സിൽ നിന്ന് ഇറക്കി വെച്ചതേ ഉള്ളൂ. അതാണ് ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് നമുക്ക് ഗിയർ ബോക്സ് നോക്കുമ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതാണുണ്ടോ ഇതിൻ്റെ സീറ്റ്. ബാക്ക് പില്ലിയൻ സീറ്റ് വളരെ ചെറിയൊരു സീറ്റാണ്. ഭയങ്കര ഹാർഡായിട്ടുള്ള സീറ്റാണ്. റൈഡർ സീറ്റ് പിന്നെയും കുഴപ്പമില്ല. പില്ലിയൻ സീറ്റ് കുറച്ചുകൂടെ ഹാർഡായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് വണ്ടിമേ ജസ്റ്റ് കയറിയിരിക്കാം. വണ്ടിമേ കയറിയിരിക്കുമ്പോൾ തന്നെ മനസ്സിൽ വരാൻ പോകണം വണ്ടിയുടെ വെയിറ്റ് ആണ്. 176 kg ആണ് ഇതിൻ്റെ കേർബ് വെയിറ്റ് വന്നേക്കണേ. സീറ്റ് ഹൈറ്റും ഭയങ്കര ലോ ആണ്. 735mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റും. അതുകൂടാണ്ട് 13 liters ആണ് ടാങ്ക് കപ്പാസിറ്റി. എനിക്ക് തന്നെ പഴയ വോൾക്കനേഴ്സിനെക്കാട്ടും വെയിറ്റും ഭയങ്കര നല്ല രീതിയിൽ കുറവാണ്. നമുക്കങ്ങനെ ആ പഴയ വോൾക്കൻ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം 220 kg ഉണ്ടായി. അപ്പോൾ അതിനെക്കാട്ടും നല്ല വെയിറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ റൈഡിങ് പൊസിഷൻ ആയാലും കംഫർട്ടബിൾ ആണ്. പഴയ ഇതിന് മുമ്പത്തെ മോഡലിനെക്കാട്ടും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ചും കൂടെ റേസ്ഡ് ഹാൻഡിൽ ബാസ് ആണ് നമുക്ക് ഈ ഒരു എലിമിനേറ്ററിൽ അവർ കൊണ്ടുവന്നേക്കുന്ന ഇപ്രാവശ്യം. ആണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തേക്കാനുണ്ട്. ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ്. ഇതിൽ നമുക്ക് ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, നമുക്ക് ട്രിപ്പ് 1 ട്രിപ്പ് B ഇതിവിടെയാണ് നമ്മൾ മാറുന്നത്. മൈലേജ്, ആവറേജ് സ്പീഡും റേഞ്ചും ഓഡോമീറ്റർ ഇത്തരം കാര്യങ്ങളും കാണിക്കും. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. നമ്മുടെ ആപ്പായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. പിന്നെ ഫ്യൂൽ ഗേജും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ വാർണിംഗ് സിമ്പിൾസ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ചാവി ആയാലും നല്ല രസമാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ നമ്മുടെ എലിമിനേറ്ററിൻ്റെ കീ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമുക്കപ്പോൾ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഹിയർ ദ ട്വിൻ സിലിണ്ടർ. ഒന്ന് ഹീറ്റ് ആവട്ടെ കേട്ടോ. ഒന്ന് ഹീറ്റായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റെവ് ചെയ്യാം. അപ്പോൾ എക്സോസ്റ്റ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നിഞ്ച 400ൻ്റെ ആ ഒരു എക്സോസ്റ്റ് നോട്ടിനെക്കാളും കുറച്ചും കൂടെ ബേസ് കൂടുതലുണ്ട്. കുറച്ചും കൂടെ ഗ്രണ്ട് ഫീൽ നമുക്കുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ റേറ്റ് എന്ന് വെച്ചാൽ 5,80,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം 7,40,000 7,60,000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ.
അതുകൊണ്ട് സർവീസ് കോസ്റ്റ് ഒക്കെ നമുക്ക് ഏകദേശം 6500 to 7000 റുപ്പീസാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് തന്നെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ഇവിടുത്തെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസോ ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് വണ്ടി കണ്ട്, ഇവിടെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 6R, പുതിയ 6R, 4R എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വണ്ടികളും കൂടുതൽ ചെക്കൗട്ട് ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് ബെല്ലേക്ക്. അടുത്ത വീഡിയോ ബെല്ലിംഗ് അറിയിക്കുന്ന സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം